ഹലോ യൂട്യൂബ്, നമുക്കിന്ന് പറയാന് ആപ്പിൾ വാലറ്റ് പിന്നെ അതുപോലെ തന്നെ പിക്സലിന്റെ പുതിയൊരു ഫേസ് ഐ ഡി ലൈക്ക് ബയോമെട്രിക് സിസ്റ്റം ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു കിഡിലൻ ഫോണിന്റെ റിലീസ് അപ്ഡേറ്റും കൂടെ പറയാനുണ്ട്. അപ്പൊ സമയം കളയാനില്ല. വെൽക്കം ടു ടെക്സിങ്. ആദ്യത്തെ സ്റ്റോറി ഓഫ് ദ വീക്ക് ഈസ് ആപ്പിൾ പേ അല്ലെങ്കിൽ ആപ്പിൾ വാലറ്റ് ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഫംഗ്ഷനിങ് അല്ലാതെ കിടക്കുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ പേ. ഇത് വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പേയ്മെന്റ് ആപ്ലിക്കേഷനിൽ ഒന്നാണ്. പക്ഷേ സാഡ്ലി ഇന്ത്യയിൽ ഈ ബയോമെട്രിക് സംഭവങ്ങൾ വെച്ചിട്ടുള്ള പേയ്മെന്റ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഈ ആപ്ലിക്കേഷന് ഇത്രയും കാലം ഫംഗ്ഷനിങ് അല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ ഇന്ത്യയിൽ ബയോമെട്രിക് ഐ ഡി, അതായത് നമുക്ക് നമ്മുടെ ഫേസ് ഐ ഡി ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഹൗ കൂൾ ഇസ് ദാറ്റ്? ആപ്പിളിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. അത് ഇന്ത്യയിലോട്ട് ഈ വർഷം മിഡിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ആപ്ലിക്കേഷൻ ഫെമിലിയർ അല്ലാത്തവർക്ക് ഇതിന്റെ ഒരു ചെറിയൊരു കോപ്പിയാണ് നമ്മുടെ സാംസങ് വാലറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഏകദേശം ആപ്പിൾ വാലറ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ മേക്ക് ചെയ്തത്. വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. ദ സെക്കൻഡ് സ്റ്റോറി ഓഫ് ദ വീക്ക് ഈസ് സാംസങ്ങില് ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു വെബ് ബ്രൗസർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ആപ്പിളില് സഫാരി ബ്രൗസർ പോലെ അവരുടെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ബ്രൗസറാണ് ഇന്റർനെറ്റ് ബ്രൗസർ. ഇതില് അവർ പെർപ്ലക്സിറ്റിയുമായിട്ടൊരു കൊളാബ് ചെയ്തിട്ട് ആസ്ക് AI എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് റിയൽ ടൈമിൽ പെർപ്ലക്സിറ്റി AIന്റെ യൂസറോട് കൂടിയിട്ട് ഡാറ്റ റിസർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ആസ്ക് AI എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടല്ലോ, സെയിം അതുപോലത്തെ ഒരു ഫീച്ചറാണ് അവർ പെർപ്ലക്സിറ്റിയുമായിട്ട് കൊളാബ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പെർപ്ലക്സിറ്റി അവർ ബിക്സ്ബിയിലും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബിക്സ്ബി ഇനി മുതൽ കുറച്ചും കൂടി നാച്ചുറൽ ആവും. ഇപ്പൊ സാംസങ് ഒന്ന് എടുത്ത് നോക്കിയാൽ അതിലിപ്പോ ചൂസ് ചെയ്യാൻ 2 പേഴ്സണൽ അസിസ്റ്റൻസ് ആയി. ഒന്ന് ജെമിനയും ഒന്ന് ബിക്സ്ബിയും. എന്തായാലും അവര് എല്ലാ വിഷയത്തിലും ഒരു പടി മുന്നിലാണ് ഇപ്പൊ ആപ്പിളിനെക്കാളും. ഇവന്മാര് രണ്ടും കൽപ്പിച്ചാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ സാംസങ് ഡിവൈസിൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് 2 ആപ്ലിക്കേഷൻ ആയി. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ജെമിനി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബിക്സ്ബി യൂസ് ചെയ്യാം. ഒന്നിൽ പെർപ്ലക്സിറ്റിയും മറ്റേത് ജെമിനിയും ആണ്. എന്തായാലും സാംസങ് ഇപ്പൊ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ എവറി ആസ്പെക്ട്. ഒരു ഹെൽത്തി കോമ്പറ്റീഷന് ആപ്പിൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത സ്റ്റോറിയിലോട്ട് പോവാം. ദ മൂന്നാമത്തെ സ്റ്റോറി ഈസ് നമ്മുടെ പിക്സൽ. ഇപ്പൊ കഴിഞ്ഞ പിക്സൽ 10 സീരീസിൽ അവര് എയർ ഡ്രോപ്പിനിട്ടൊരു കൊട്ട് കൊടുത്തിരുന്നു. ഇനിയിപ്പോ അവര് ഫേസ് ഐ ഡിക്ക് ഇട്ടൊരു കൊട്ട് കൊടുക്കാൻ പോവാണ്. അതായത് IR ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ ഫേസ് ഐ ഡി ലൈക്ക് സെൻസർ വെച്ചിട്ട്, അതായത് ഇത്രയും കാലം ആൻഡ്രോയിഡ് ഡിവൈസിൽ ക്യാമറ വെച്ചിട്ടായിരുന്നു ഫേസ് റെക്കഗ്നൈസേഷൻ വർക്ക് ചെയ്തിരുന്നത്. ഇനി ഇവര് ഏകദേശം നമ്മുടെ ഐഫോൺ ലൈക്ക് സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഐ ഡി സിസ്റ്റം കൊണ്ടുവരാൻ പോവാണ്. എന്തായാലും ഫിംഗർ പ്രിന്റിനേക്കാളും കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത് ഫേസ് ഐ ഡി ആണ് അല്ലേ? ഏതായാലും ഇവർ എങ്ങനെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും അങ്ങനത്തെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ആൻഡ് നാലാമത്തെ സ്റ്റോറി ഈസ് ഒരു കിഡിലൻ ഫോണാണ്. നമ്മുടെ Xiaomi 17 റിലീസ് ആയിട്ടുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. കിഡിലൻ ഫീച്ചേഴ്സ് ആണ്. ഇതിപ്പോ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല. എല്ലാ ആസ്പെക്റ്റിലും ഒരു പെർഫെക്റ്റ് കോമ്പാക്ട് ഫോണാണ്. പ്രൈസിങ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 70-80 ആ റേഞ്ചിലായിരുന്നു പ്രൈസിങ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ എത്തുമ്പോൾ 1 lakh എങ്ങാനായിരിക്കും ഇതിന്റെ പ്രൈസിങ് വരിക. പിന്നെ ഇതിന്റെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ്. ഇതൊരു 3 നാനോമീറ്റർ പ്രോസസറാണ്. ഏതായാലും വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണത്. ഒന്നും പറയാനില്ല. ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കിഡിലൻ സാധനമാണ്. ഇതിപ്പോൾ റിവ്യൂ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം പവർ ആണെന്നുള്ളത്. അടുത്ത സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ഫോണിൽ കാണുന്ന റീൽസ് ഇല്ലേ, അത് ഇനി മുതൽ ആൻഡ്രോയിഡ് ടിവിയിൽ കാണാൻ പറ്റും. അതെ, അതിനൊരു ആപ്ലിക്കേഷന് അവർ ആൻഡ്രോയിഡ് ടിവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാനും കമന്റ് ചെയ്യാനും ഇനി നമുക്ക് TV ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഏതായാലും ഇനി ഷോർട്സ് പോലെ നമുക്ക് ഇനി റീലും കാണാൻ പറ്റും ടിവിയിൽ. ദ ലാസ്റ്റ് സ്റ്റോറി ഓഫ് ദ വീക്ക് ഈസ് നമ്മുടെ ആപ്പിൾ മാക്ബുക്ക് പ്രോയില് ഇനി ഒരു ടച്ച് സ്ക്രീൻ വരാൻ പോവാണ്. ലാപ്ടോപ്പില് ടച്ച് സ്ക്രീൻ വരുന്നതിനെ പബ്ലിക്കലി റിജക്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു സ്റ്റീവ് ജോബ്സ്. ഇപ്പൊ സ്റ്റീവ് ജോബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നടക്കൂലായിരുന്നു. Multi-touch gestures. You know, the first thing you think about is this, right? We thought about this years ago. We've done tons of user testing on this, and it turns out it doesn't work. Touch surfaces don't want to be vertical. It gives great demo, but after a short period of time you start to fatigue, and after an extended period of time your arm wants to fall off. It doesn't work. It's ergonomically terrible. Touch surfaces want to be horizontal, hence pads. For a notebook, that's why we've perfected. ഏതായാലും ടച്ച് സ്ക്രീനും പിന്നെ അതുപോലെ തന്നെ ഡൈനാമിക് ഐലൻഡും മാക്ബുക്ക് പ്രോയില് വരാൻ പോവാണ്. ഏതായാലും ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പിൽ പല ലാപ്ടോപ്സിലും ഈ ഒരു ഫീച്ചർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഈ ഫീച്ചർ. മറ്റുള്ള യൂസേഴ്സിനൊക്കെ ഇത് ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇതൊക്കെയാണ് എനിക്ക് ഈ വീക്കിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ബൈ.